ഹലോ ഫ്രണ്ട്സ്, ഡേ ടു ഡേയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മിനി ചോപ്പർ എങ്ങനെ റെഡിയാക്കാം, അതിൻ്റെ കംപ്ലൈൻറ്റ് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ്. നല്ല മൂർച്ചയുള്ള ബ്ലേഡൊക്കെ ഉണ്ട്, നമുക്ക് ബ്ലേഡിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ബ്ലേഡ് മാറ്റി വയ്ക്കാം. ഇതിൽ മെയിനായിട്ട് വരുന്ന കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ ഈ റോപ്പ് സ്റ്റക്കായിട്ടിരിക്കും എന്നുള്ളതാണ്. ഇവിടെയും അത് തന്നെയാണ് കംപ്ലൈൻറ്റ്. ഇത് നമുക്ക് വലിയുന്നില്ല. ഈ റോപ്പ് നല്ല രീതിയിൽ വലിച്ചാൽ മാത്രമേ ബ്ലേഡ് നല്ല രീതിയിൽ വെജിറ്റബിൾസോ എന്തെങ്കിലുമൊക്കെ കട്ടാകത്തുള്ളൂ. ഇതെല്ലാം ജാമായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതൊന്ന് അഴിച്ച് പണിഞ്ഞ് നോക്കിയാൽ ഇത് റെഡിയാക്കാൻ പറ്റും. നമുക്കിതൊന്ന് അഴിച്ച് പണിയാം. നമുക്കപ്പോൾ ടൂൾ എടുക്കാം. ഇതാണ് എൻ്റെ ടൂൾ ബോക്സ്. നമുക്ക് ഒരു കാര്യം മാത്രം മതി. ഇത് എല്ലാവരുടെ വീട്ടിലും കാണും. അപ്പോൾ ഇതേപോലെ ഒരു സ്ക്രൂ ഡ്രൈവർ എടുക്കുക. നമുക്ക് ഈ സ്ക്രൂ ഡ്രൈവർ മാത്രം മതി ഇത് ഓപ്പൺ ചെയ്യാനായിട്ട്. നമുക്കിത് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ അടപ്പിന് സൈഡിലായിട്ട് ഹോൾസ് കാണും. ഇതേപോലെ 3 ഹോൾസ് ഇതിൻ്റെ സൈഡിലായിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതേപോലെ അകത്തേക്ക് കയറിയിട്ട് മുകളിലേക്ക് പൊക്കിയാൽ അത് ഓപ്പണായിട്ട് വരും. നമ്മൾ തുറന്ന് നോക്കാം, തുറന്നിട്ടില്ല. അപ്പോൾ നമുക്ക് മറ്റേ സൈഡിലും തുറക്കാം. ഇത് ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിൽ ഈ ഒരു പാർട്ടാണ് മെയിനായിട്ടുള്ളത്. ഇതിനകത്തുള്ള ബ്ലേഡിനെ റൊട്ടേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പാർട്സാണ്. അപ്പം ഇത് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കണം. അതിനു മുന്നായിട്ട് ഇതുപോലെ ഒരു ചെറിയ 2 പാർട്സ് ഉണ്ട്. ഇത് നമ്മുടെ ആ റൊട്ടേറ്റർ പാർട്സിൽ കയറി ജാം ആവുന്നത് കൊണ്ടാണ്. ഇതിൽ ജാമാവുമ്പോൾ ഇത് ആ റോപ്പ് വലിയത്തില്ല. അതുകൊണ്ടാണ് ഈ കംപ്ലൈൻറ്റ് വരുന്നത്. നമുക്കിത് എങ്ങനെ ഇടാമെന്ന് നോക്കാം. ഇതിൽ വെള്ളമൊക്കെ കയറി ഇരിക്കുകയാണ്. നമുക്കിതൊന്ന് വലിച്ചു നോക്കാം. റോപ്പിന് കംപ്ലൈൻ്റ് ഒന്നും ഇല്ല, ഒരു പ്രോബ്ലവും ഇല്ല. നിങ്ങൾക്ക് കാണാവുന്നതാണ്, നല്ല രീതിയിൽ അത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റൂപ്പിന് കംപ്ലൈൻ്റ് ഇല്ല, നല്ല രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ചെറിയ പാർട്സ് ഇതിൽ എങ്ങനെ ഫിറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് ഈ ചെറിയ പാർട്സിൽ മുകളിലായിട്ട് ഒരു ചെറിയ കട്ടിങ് ഉണ്ട്. അതിൻ്റെ ബാക്ക് വശം നോക്കുകയാണെങ്കിൽ അവിടെ ചെറിയൊരു പ്രൊജക്ഷൻ പോലെ ഉണ്ട്. അപ്പോൾ അത് ഇടേണ്ട രീതിയിൽ നമ്മൾ പറഞ്ഞു തരാം. അതിന് മുന്നേ ആയിട്ട് ഈ അടപ്പിൽ ഇത് വെക്കേണ്ട സ്ഥലത്ത് ഒരു ചെറിയൊരു മുകളിലേക്ക് ഒരു പ്രൊജക്ഷൻ ഉണ്ട്. അപ്പോൾ അതിലാണ് നമുക്ക് ഈ ചെറിയ പാർട്ട് ഫിക്സ് ചെയ്യേണ്ടത്. 2 പാർട്സും ഈ ഒരു പ്രൊജക്ഷനിലേക്കാണ് സെറ്റ് ചെയ്യേണ്ടത്. ഇത് സെറ്റ് ചെയ്തതിന് മുന്നേ ആയിട്ട് പറയാനുള്ളത്, ഇത് വെക്കുന്നതിന് ഒരു രീതിയുണ്ട്. ഈ മുകൾ ഭാഗത്ത് കാണുന്ന ഈ കട്ടിങ് താഴെയാണ് പോകേണ്ടത്. അപ്പോൾ നമുക്ക് വെക്കാൻ ഞാൻ കാണിക്കാം. ഇതേപോലെ തിരിച്ചാണ് വെക്കേണ്ടത്. കട്ടിങ് താഴെ വരണം. ഇതേപോലെ ചേർത്ത് വെക്കാം. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാത്ത രീതിയിൽ വെക്കണം. ഇതേപോലെ അതിപ്പോൾ മറ്റേതും ആ രീതിയിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക. ഈ കട്ടിങ് താഴെ പോകുന്ന രീതിയിൽ വെക്കണം. ഇതേപോലെ വെച്ചിട്ട് ഇതേപോലെ വെക്കുക. 2 സൈഡിലോട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. 2ഉം ഡിഫറൻറ്റ് സൈഡിലോട്ടാണ് വെച്ചേക്കുന്നത്. അതേപോലെ വെക്കുക. ഇനി ഇതിൻ്റെ റോട്ടറി ഭാഗം എടുക്കാം. റോട്ടറി ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു കട്ടിങ് ഉണ്ട്. ചെറിയൊരു കട്ടിങ് കാണാൻ പറ്റും. അപ്പം ഈ കട്ടിങ് നമുക്ക് ഇതിൻ്റെ നേരെ വെക്കണം. നമ്മൾ റോപ്പിൻ്റെ നേരെയായിട്ട് അത് വെക്കുക. ജസ്റ്റ് വെച്ചാൽ മാത്രം മതി, അത് മുറുക്കി അടയ്ക്കൊന്നും വേണ്ട. അപ്പോൾ അത്രയും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ച ശേഷം നമുക്കത് അടയ്ക്കണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് പറയാനുള്ളത്, ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാം ഇതേപോലെ ചെറിയ 3 കട്ടിങ്സ് ഉണ്ട്. ഇതേപോലെ ചെറിയ കട്ടിങ്സ് 3 സൈഡിലായിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മറ്റേ അടപ്പിലും കട്ടിങ്സ് ഉണ്ട്. കാണിക്കാൻ ഞാൻ ഇതേപോലെ ചെറിയ കട്ടിങ്സ്